മീഡിയ വൺ സൂപ്പർ കപ്പ് ഫൈനൽ മത്സരത്തിൽ അതിഥിയായി ഫ്രീ സ്റ്റൈലർ മുഹമ്മദ് റിസ്വാൻ. മെറ്റയുടെ പ്രത്യേക ക്ഷണപ്രകാരം ഫുട്ബോൾ ഇതിഹാസം ബെക്കാമുമായുള്ള കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുകയാണ് താരം. മീഡിയ വൺ സൂപ്പർ കപ്പിന്റെ ഫൈനൽ വേദിയിൽ ഇന്ന് അതിഥിയായെത്തുക മുഹമ്മദ് റിസ്വാൻ ആയിരിക്കും. ഇപ്പോൾ റിസ്വാൻ എൻ്റെ കൂടെ ഉണ്ട്. റിസ്വാന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ റിസ്വാൻ, സുഖാണോ? ഇപ്പോൾ റിയാദിൽ ആദ്യമായിട്ടാണ് എത്തുന്നത് അല്ലേ? റിയാദിൽ ഫസ്റ്റ് ടൈമാണ്. സൗദിയിൽ ഇതിന്റെ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. അതെ ജിദ്ദയിൽ. എന്താണ് ആദ്യമായിട്ട് പറയാനുള്ളത്? ആദ്യമായിട്ട് നല്ലൊരു പെട്ടെന്ന് എത്തിയതല്ലേ, മീഡിയ വണ്ണിന്റെ ഒരു പ്രോഗ്രാമിന് വളരെ സന്തോഷമുണ്ട്. എന്താ പറയാ, സന്തോഷത്തിലാണ്. ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ? വലിയ വലിയ അവസരങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഫ്രീ സ്റ്റൈൽ മേഖലയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരിക? അതല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്രചോദനം? ഞാൻ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ കാണലുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ക്രിയേറ്റീവ് വേറെ വെറൈറ്റി സ്കില്ലുകളൊക്കെ എടുത്ത് പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് അത് ഭയങ്കര വൈറലായി. എങ്ങനെയാണ് ഈ ഒരു മേഖല ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടത് എവിടുന്നായിരുന്നു? ഇത് ഞാൻ സോൺ ഫ്രീ സ്റ്റൈൽ എന്ന ഒരാളുണ്ട്, വേൾഡിൽ തന്നെ ഫേമസ് ആയ ഒരാളാണ്. അപ്പോൾ അവരുടെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ലൈക്കായി. അപ്പോൾ ഞാൻ അതിലൂടെ വെറൈറ്റി സ്കില്ല് ചെയ്തപ്പോൾ പെട്ടെന്ന് എൻ്റെ വൈറലായി. യെസ്. നമ്മളെ കരുവാരക്കുണ്ട് വാട്ടർഫോൾ മലപ്പുറം ജില്ലയിലെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ലൈഫിലെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കിയ സ്ഥലമാണ്. എന്താണ് ആ ഒരു സ്ഥലത്തിനെ കുറിച്ചും അത് അന്നത്തെ ആ ഒരു സംഗതിയെ കുറിച്ച് പറയാനുള്ളത്? എല്ലാവരും പറയും ആ ഒരു വെള്ളച്ചാട്ടത്തിൽ അടിച്ചിട്ടാണ് ഞാൻ വൈറലായത്, അതിൻ്റെ ശേഷമാണ് ഞാൻ വൈറലായത്. ബട്ട് അതിൻ്റെ മുമ്പ് കുറേ ഇങ്ങനത്തെ സ്കില്ലുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അന്ന് 100 മില്യൺ വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കരുവാരക്കുണ്ടേക്ക് വീഡിയോ ചെയ്തതിൻ്റെ ശേഷമാണ് 500 മില്യൺ വ്യൂസ് ആയത്, വേൾഡ് റെക്കോർഡ് ആയത്. അപ്പോൾ അതാണ് എല്ലാവരും ന്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിൻ്റെ മുമ്പും കുറേ വീഡിയോ വൈറലാണ്. ഇപ്പോൾ 600 മില്യണിലധികമായിട്ടാണ് അല്ലേ വ്യൂവർഷിപ്പ് ആയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു വേൾഡ് റെക്കോർഡ്, ജെനുവിനായിട്ട് ആ ഒരു റെക്കോർഡിനെ ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല ആരും അല്ലേ? അപ്പോൾ മെറ്റ നമ്മളെ ഒരു തവണ ആദരിച്ചു അല്ലേ, പ്രത്യേക ഇൻവിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും രണ്ടാമതും ഇപ്പോൾ ഒരു ഇൻവിറ്റേഷൻ കൂടി അല്ലേ? ഇനി തോന്നുന്നു ബെക്കാമിൻ്റെ കൂടെയാണ് അല്ലേ? അത് എവിടെയാണ്? അത് മുംബൈയിൽ വെച്ചിട്ട് അല്ലേ? ഇപ്പോൾ മെസ്സി കോലാഹലങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മെസ്സി വന്നു, മെസ്സി വരില്ല. പക്ഷെ മെസ്സിനെ നേരിട്ട് കണ്ട ഒരാളാണ് അല്ലേ? അതും പ്രത്യേക ഇൻവിറ്റേഷനോടുകൂടെ. അപ്പോൾ ആ ഒരു സംഗതി എങ്ങനെയായിരുന്നു? അത് ലുലു എക്സ്ചേഞ്ചിൻ്റെ സഹായത്തോടാണ് ഞാൻ അർജന്റീനയിൽ പോകുന്നത്. അവിടെ വെച്ചിട്ട് മെസ്സിൻ്റെ ലാസ്റ്റ് കളി കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. മെസ്സി നേരിട്ട് കളി കണ്ട്. അടുത്ത് കണ്ടിരുന്നോ? സംസാരിക്കാനൊക്കെ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ മുംബൈയിലാണ് പോകാൻ പോണത് അല്ലേ? അവിടെ നമ്മുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടോ? അവിടെ ഉണ്ടാവും, അവിടെ എല്ലാ ഇതും ഉണ്ടാവും. ബാക്കി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഫ്രീ സ്റ്റൈലറുടെ? ഫ്രീ സ്റ്റൈലിൽ ഒരു ചാമ്പ്യൻഷിപ്പ് ആവണം. അങ്ങനത്തെ എനിക്ക് തോന്നുന്നു റിസ്വാനെ പോലുള്ള ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് വന്ന് കുറച്ച് ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയതോടെ ഒരു പുതിയ തലമുറ ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവർക്കുള്ള ഒരു സാധ്യത എന്താണ് ഈ ഒരു മേഖലയിൽ? ഇതിൽ നല്ല സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ചാമ്പ്യൻഷിപ്പ് ഒക്കെ കിട്ടാൻ കൂടുതലാണ്. ഇന്ത്യയിലില്ല, ബട്ട് പുറത്തൊക്കെ നല്ലോണം ഫ്രീ സ്റ്റൈലുണ്ട്. ഒരു ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മലയാളി കുട്ടികളോട് അല്ലെങ്കിൽ ആ ഒരു തലമുറയോട് റിസ്വാന് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഇത് എല്ലാവർക്കും പ്രൊഫഷണലാക്കാൻ പറ്റിയെന്ന് വരില്ല, ബട്ട് ഇത് എന്താ വെച്ചാൽ നമുക്ക് ലഹരികളിലും പല ഇതിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു ഫ്രീ സ്റ്റൈല്. അങ്ങനെ ചെയ്യാം. റിസ്വാന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണുള്ളത്? അക്കാദമികളോ അതല്ലെങ്കിൽ ഇതിന് പ്രത്യേക ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടോ? ഇല്ല, ഇവിടെ ഇന്ത്യയിൽ അതില്ല, പുറത്തതുണ്ട്.
പുറത്ത് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല അല്ലേ? മീഡിയ വൺ സൂപ്പർ കപ്പ് ഫൈനൽ മത്സരത്തിൽ അതിഥിയായി ഫ്രീ സ്റ്റൈലർ മുഹമ്മദ് റിസ്വാൻ അല്പസമയത്തിനകം ഇവിടെ എത്താനിരിക്കുകയാണ്. വിവരങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്.